ഹലോ നമസ്കാരം രഞ്ജിത്ത്. ഇന്ന് നമ്മൾ ശന്തനു പ്രകാശിൻ്റെ കഥയൊന്ന് പരിശോധിക്കാം. ശന്തനു പ്രകാശിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എഡ്യൂകോംപ് എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച എഡ്യൂക്കേഷണൽ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഏറ്റവും വാല്യൂ ഉണ്ടാക്കിയെടുത്ത എഡ്യൂക്കേഷണൽ എഡ്ടെക് കമ്പനി, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എഡ്ടെക് വിപ്ലവം സൃഷ്ടിച്ച കമ്പനി എന്നൊക്കെ പറയാം. ഇതിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. ഒരു IIM അലൂമിനി ആയിരുന്നു. സാധാരണ ഈ വലിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ IIM നിന്ന് തന്നെ വന്ന ആളാണ്. ഏകദേശം 10-26 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അങ്ങനെ അദ്ദേഹം IIM നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം സ്കൂളുകളുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്തു. സ്കൂളുകളെ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ്. അദ്ദേഹം കമ്പ്യൂട്ടർ സപ്ലൈസ്, അന്ന് കമ്പ്യൂട്ടർ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ സപ്ലൈസ് തുടങ്ങി, സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അദ്ദേഹം. കമ്പ്യൂട്ടറുമായിട്ടും IT-യുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള പല സാധനങ്ങളും സപ്ലൈ ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 2006 ആയപ്പോഴേക്കും അതിശക്തമായിട്ടുള്ളൊരു നെറ്റ്വർക്ക് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു കോമ്പറ്റീറ്ററെയും അസൂയ ജനിപ്പിക്കുമാറ് തരത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പെനട്രേഷൻ അദ്ദേഹം സ്കൂളുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സത്യം. 2006 ആയപ്പോഴേക്കും അതൊരു ലിസ്റ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന് വളർത്തിയെടുക്കാൻ സാധിച്ചു. കറക്റ്റായിട്ടുള്ളൊരു റൂട്ട് മാപ്പിലൂടെയാണ് അദ്ദേഹം പോയത്. അതായത് ലിസ്റ്റഡ് കമ്പനി ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ. അങ്ങനെ 125 രൂപയ്ക്ക് അതിൻ്റെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതാ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരിക്കുന്നു, അതാ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എഡ്ടെക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് അദ്ദേഹം ചുവടുവെക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആ സമയത്താണ് സ്മാർട്ട് ക്ലാസ് റൂം, നമ്മളിപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അന്ന് 2006 കാലഘട്ടത്തിൽ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുകയും അദ്ദേഹം സ്കൂളുകളിൽ ഈ പറയുന്ന സ്മാർട്ട് ക്ലാസ് റൂമിനുള്ള സംവിധാനങ്ങൾ, അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പക്ഷേ എഡ്യൂകോംപ് അസിസ്റ്റഡ് സ്കൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡടക്കം വെച്ചുകൊണ്ട് പല സ്കൂളുകളിൽ, നമ്മുടെ നാട്ടിലെ തന്നെ വളരെ ചെറിയ സ്കൂളുകളിലടക്കം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാന്നിധ്യമായി എഡ്യൂകോംപ് മാറുകയായിരുന്നു. അവരുടെ റവന്യൂ മോഡലൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവർ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലും അവർ ഈ സ്കൂളുകളുമായിട്ട് ടൈപ്പിന് റെഡിയായിരുന്നു. അങ്ങനെയാണ് ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് അവരുണ്ടാക്കിയെടുത്തത്. അങ്ങനെ അവരൊരു റിക്കറിങ് റവന്യൂ മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോയി. ഈ കോൺസെപ്റ്റും മോഡലൊക്കെ വളരെ അട്രാക്റ്റീവായി തോന്നിയതോടുകൂടി കമ്പനി വളരെ സ്ട്രോങ് ആയി ഇതിൻ്റെ വാല്യൂ കുതിച്ചുയർന്നു. ഇതിൻ്റെ സ്റ്റോക്ക് വാല്യൂ 125 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത സാധനം ഏകദേശം 1130 രൂപ ലെവലിലേക്കൊക്കെ ഇതിൻ്റെ ഷെയർ പ്രൈസ് കുതിച്ച് ഉയർന്നു എന്നുള്ളതാണ്. അന്ന് കാലത്ത് ഈ ഷെയറിൽ നിന്ന് ലാഭമുണ്ടാക്കിയിട്ടുള്ള അനേകം ആൾക്കാരുണ്ട്. അപ്പോൾ അടിച്ചു കയറുകാരൻ പ്രത്യേക ഇന്നൊവേറ്റീവായിട്ടുള്ള ബിസിനസ് മോഡൽ റിക്കറിങ് റവന്യൂ ആണ് എന്നുള്ള ഫീലൊക്കെ ഉണ്ടായി. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചു. എനിക്ക് തോന്നുന്നു ശന്തനുവിൻ്റെ ഈ ഒരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് അതിശക്തമായി ഇനിയും മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അവിടെ ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള പിഴവുകൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും സംഭവിക്കുന്നു. അദ്ദേഹം പല സാധനങ്ങളും അക്വയർ ചെയ്തു. പല ചെറിയ ചെറിയ കമ്പനികളെ, ഈ എഡ്ടെക് ഡൊമൈനിൽ തന്നെയുള്ള പല കമ്പനികളെ അദ്ദേഹം അക്വയർ ചെയ്യുന്നു. അദ്ദേഹം ഇതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് പ്രോപ്പറായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആവുന്നില്ല. ചിലത് കുറച്ച് വലിയ പർച്ചേസുകളായി പോയോ എന്ന് സംശയം തോന്നാവുന്ന തരത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാവുന്നു. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. പെട്ടെന്ന് ഓർഡറുകൾ ഒരുപാട് വന്നു. കാരണം വളരെ പെനട്രേറ്റ് ചെയ്യുക കോമ്പറ്റീറ്റീവായിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ മോഡൽ എക്സൈറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നതോടെ ഇതിൻ്റെ ഷെയർ പ്രൈസ് കുതിച്ചുയർന്നല്ലോ. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് അവിടെ ഉണ്ടാവുന്നു. ഈ K-12 സെഗ്മെൻറ്റിലേക്ക്, അത് K-12 സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും കണ്ണുവയ്ക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഈ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനത്തിനും അതിനെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ആനിമേഷൻ ക്ലാസ്സുകളും ഒക്കെ ഇപ്പോഴും ബൈജൂസൊക്കെ ഫോക്കസ് ചെയ്യുന്ന അതേ സെഗ്മെൻറ്റ്. ആ സെഗ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്. അതിനകത്ത് ഒരുപാട് കോമ്പറ്റീഷൻ വന്നു. പ്രൈസ് വെച്ച് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവർ പ്രൈസ് താഴ്ത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് താഴ്ത്തുകയും പ്രോപ്പറായിട്ടുള്ള കോൺട്രാക്റ്റുകൾ സ്കൂളുകളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതിരിക്കുകയൊക്കെ ചെയ്തതോടുകൂടി ഓട്ടോമാറ്റിക്കലി സ്കൂളുകൾ പേ ചെയ്യുന്നത് പലപ്പോഴും കുറഞ്ഞു. അവരിൽ നിന്ന് കളക്ഷൻ കറക്റ്റായിട്ട് വരാതായി. അതിൻ്റെ ഒപ്പം തന്നെ സ്കൂളുകളോട് കമ്മിറ്റ് ചെയ്ത പല സാധനങ്ങൾ ഇവർക്ക് കറക്റ്റ് സമയത്ത് ഡെലിവർ ചെയ്യാൻ സാധിക്കാതെയായി. വളരെ വലിയൊരു പാഠമാണത്. പല ബിസിനസ്സുകാരും മാർക്കറ്റിങ്ങിൽ അതിശക്തമായി അഗ്രസീവ് ആവുന്ന സമയത്ത് പലപ്പോഴും നമുക്കത് ഡെലിവർ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ എന്നുള്ളത് ആലോചിക്കാറില്ല. ശന്തനുവിനും അദ്ദേഹത്തിൻ്റെ ടീമിനും പറ്റിയ വലിയൊരു പാളിച്ച അവിടെയാണ്. പലപ്പോഴും അദ്ദേഹത്തിന് ഡെലിവറബിൾസ് എന്ന് പറയുന്നത് ഡിലേഡ് ആയതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് സൈക്കിൾ വലിയ പ്രശ്നത്തിലേക്ക് പോയി. പേയ്മെൻറ്റ് സൈക്കിൾ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ, ഈ ബിസിനസ് മോഡൽ ചെറിയ പ്രശ്നം പറ്റുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്തായി? അദ്ദേഹത്തിൻ്റെ പർച്ചേസിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു.
അദ്ദേഹത്തിന് പല സാധനങ്ങളും കൊടുക്കാൻ സപ്ലയേഴ്സ് തയ്യാറാവാതെ വന്നു. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ഓരോ ഭാഗത്തെയും അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് പർച്ചേസിൽ അടി സംഭവിക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ആവശ്യത്തിന് സാധനങ്ങളില്ലാതെ വരുന്നു, കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റാതെ വരുന്നു, ടീമിൻ്റെ സാലറി കട്ട് ചെയ്യേണ്ടി വരുന്നു, നല്ല ഹ്യൂമൻ റിസോഴ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്നു. ഓട്ടോമാറ്റിക്കലി അത് കൂടുതൽ വഷളാക്കുന്നു പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നതോടെ ഇതൊരു പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനിയാണ്. ഇതിൻ്റെ ഷെയർ പ്രൈസ് പതിയെ താഴ്ന്നു തുടങ്ങുന്നു. 2007 കാലഘട്ടത്തിലൊക്കെ ഏകദേശം 360 കോടി ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ കടം 2300 കോടിയിലേക്ക് 2017 ആകുമ്പോഴേക്കും, അതായത് 10 വർഷത്തിനുള്ളിൽ ഈ കടബാധ്യത എന്ന് പറയുന്ന ഏകദേശം 10 ഇരട്ടിയുടെ അടുത്താവുന്ന ലെവലിലേക്ക് കുതിച്ചുയരുകയാണ്. ഇദ്ദേഹം കടം വാങ്ങിക്കൊണ്ടേയിരിക്കുക. കാരണം ഈ ഓപ്പറേഷൻസ് കറക്റ്റായി നടന്നു പോകണമല്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ വേണമല്ലോ. ഇതിനു വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് കടം അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ അഗ്രസീവായിട്ടുള്ള ചില സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ എഡ്യൂകോംപ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അഗ്രസീവായിട്ടുള്ള പല സ്ട്രാറ്റജികളും കറക്റ്റായിട്ടുള്ള പോയിന്റിൽ എത്താതെ വരികയും അത് ഒരു ബൂമറാങ്ങായി തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കമ്പനി ബാങ്ക്രപ്റ്റായിട്ട് പ്രഖ്യാപിക്കുക. 2020 ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു, ശന്തനുവിനെതിരെ ഒരു കേസ് വരുന്നു. അദ്ദേഹത്തിന് എതിരെ അറസ്റ്റ് വാറൻ്റ് അടക്കം വരുന്നു, ബാങ്കിനെതിരെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ള കേസിലൊക്കെ. ചുരുക്കി പറഞ്ഞാൽ IIM അലൂമിനി ആയിരുന്ന അതിശക്തനായ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന, ഒരുപക്ഷെ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ റവല്യൂഷനെ മുന്നിൽ നിന്ന് നയിച്ച ശന്തനുവും അദ്ദേഹത്തിൻ്റെ എഡ്യൂകോംപ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയും സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. പലപ്പോഴും അഗ്രസീവായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ചില ഘട്ടങ്ങളിലേക്കായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ബിസിനസ്സിനകത്ത് സ്ട്രാറ്റജീസ് രൂപവൽക്കരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാക്കുകയും അത് നമ്മളുടെ കൊക്കിലൊതുങ്ങുന്ന കാര്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പലപ്പോഴും ഫണ്ട് നമുക്ക് തരാൻ ആളുകൾ റെഡിയായിരിക്കും, ബാങ്കൊക്കെ റെഡിയായിരിക്കും. പക്ഷേ ബാങ്കിൻ്റെ റെഡിനെസ്സോ ഇൻവെസ്റ്റേഴ്സിൻ്റെ റെഡിനെസ്സോ മാത്രമല്ല നമ്മുടെ സ്ട്രാറ്റജികളുടെ ആധാരം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, മാർക്കറ്റ് അതിന് മാത്രം മെച്യൂർഡ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഈ എഡ്യൂക്കേഷൻ റവല്യൂഷൻ എഡ്യൂകോംപ് തുടങ്ങിയ സമയത്ത് ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ മാർക്കറ്റ് അല്ലായിരുന്നു നമ്മളുടേത് എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ അവർ ഒരു B2C കോൺസെപ്റ്റ് അല്ല അവർ വർക്കൗട്ട് ചെയ്തത്, ഒരു B2B കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് സ്കൂളുകളുമായിട്ടാണ് അവർ ഡീല് വെച്ചത്. അത് അവർ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ വളരെ ആക്രമണോത്സുകമായിട്ടുള്ള രീതിയിൽ ആണ് സ്കൂളുകളിലേക്ക് അവർ പെനട്രേറ്റ് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സിനെ ഒന്നും വളരാൻ അനുവദിക്കാത്ത രീതിയിൽ അതിശക്തമായി പ്രൈസ് അടക്കം കുറച്ചുകൊണ്ട് ഒരു റിക്കറിംഗ് ബിസിനസ് മോഡലൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് അനാവശ്യമായ അക്വിസിഷൻസ്, അനാവശ്യമായിട്ടുള്ള പെനട്രേഷൻസ്, പ്രൈസ് വളരെയധികം കുറച്ചു കൊണ്ടുവന്നത്, എക്സ്പെൻസസ് കൂട്ടിക്കൊണ്ടുവന്നത്, ഇതെല്ലാം ഇവർക്ക് തിരിച്ചടിയായി. വ്യക്തമായ ഫിനാൻഷ്യൽ പ്ലാനിങ്ങോട് കൂടി മാത്രമേ, വ്യക്തമായ സ്ട്രാറ്റജിക് പ്ലാനിങ്ങോട് കൂടി മാത്രമേ ഏതൊരു ബിസിനസ്സും തുടങ്ങാവൂ. അത് ഒരുപക്ഷെ ഇന്ത്യയിലെ 1ാം നമ്പറായി ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും സ്ട്രാറ്റജികളിൽ പിഴവ് പറ്റിയാൽ ഒരുപക്ഷെ വീഴ്ച ഭയാനകമായിരിക്കും എന്ന് എഡ്യൂകോംപും ശന്തനു പ്രകാശും നമ്മളെ പഠിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.